അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ഇതാ ഇവിടെ എക്സാം എഴുതാൻ നമ്മുടെ 7 days സ്റ്റഡി ചാലഞ്ച് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതാൻ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തവർ എല്ലാവരും ഈ വീഡിയോന്റെ അടിയിൽ കംപ്ലീറ്റഡ് ചാലഞ്ച് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ മസിൽമാന്റെ ചിഹ്നം അതെല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ള മക്കളെ, നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളം കയറിയത് കാണാൻ പോവുക, അല്ലെങ്കിൽ പുഴയ്ക്ക് കുളിക്കാൻ പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കുറയ്ക്കുക വേണ്ട, പോകണ്ട. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് എന്താവണ്ട, ഒരു ബുദ്ധിമുട്ടായിട്ട് മാറരുത്. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം എന്താ, അടുത്ത വർഷം മക്കളെ, അടുത്ത വർഷം ഈ ഒരു സമയം നമുക്ക് എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പം തന്നെ പഠിച്ച് സെറ്റായി തുടങ്ങണം. ഓക്കെ, അപ്പം മക്കളെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. എക്സാം എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ കാണിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജൊക്കെ എടുത്ത് പേപ്പർ എടുത്ത് എങ്ങനെയാണോ എക്സാം എഴുതുക അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഒന്നെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പം എഴുതി വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ ഡ്രൈവിൻ്റെ ഈ ഒരു PDF ഉള്ള ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരും. അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. ആൻസർ കീ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ നമ്മുടെ ഫ്രീ കമ്മ്യൂണിറ്റീൻ്റെ വാട്സപ്പിലുള്ള ഫ്രീ കമ്മ്യൂണിറ്റീൻ്റെ എന്തുണ്ടായിരിക്കും, ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നാളെ രാവിലെ, ഇന്നിപ്പോൾ എക്സാം എഴുതാൻ സമയം കൊടുക്കാം, നാളെ രാവിലെ നിങ്ങൾക്ക് എന്ത് വരും, ഇതിൻ്റെ ആൻസർ കീ വരും. ഓക്കെ, എന്നിട്ട് ആൻസർ കീ നോക്കിയിട്ട് നിങ്ങളെ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക. എന്നിട്ട് എത്രയാണ് നിങ്ങളുടെ മാർക്ക്, അതുകൊണ്ട് തീർന്നിട്ടില്ല, എത്രയാണോ നിങ്ങളുടെ മാർക്ക്, ആ ഒരു മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യും കൂടി വേണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യണം. പിന്നെ വേറൊരു കാര്യം മകളെ, നമ്മൾ ഒരുപാട്, നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി, ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കി, ഓരോ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാക്കി നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്ത് ആൻസർ കീ എല്ലാം നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എക്സ്ട്രാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു ഞങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് തിരിച്ചു തരണം. മാക്സിമം ഷെയർ ചെയ്യുക, എല്ലായിടത്തേക്കും എത്തിക്കുക, മാക്സിമം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ മക്കളെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ എനർജിയിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റൂ. ഓക്കെ, സെറ്റാണ്. നമ്മൾ ഓണം എക്സാം വരെ എന്തായാലും ഈ ഒരു സംഭവം പോകും. അതിനുശേഷം നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. ഓക്കെ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ബുദ്ധിമുട്ടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായി SSLC എക്സാം നമ്മൾ ഒരുമിച്ച് നേരിടുന്നു. നമ്മളുണ്ട് കൂടെ കേട്ടോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ, നമ്മളൊപ്പം ഉണ്ടായിരിക്കും, നമ്മൾ അടിച്ചെടുത്തിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഓരോരോ ക്വസ്റ്റ്യൻ, ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അതിൻ്റെ മലയാളം, രണ്ടാമത്തതും അതിൻ്റെ മലയാളം, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പോസ് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ, A B 2 പാട്ടുകളുണ്ട്, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണുള്ളത്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, അതിന് 2 മാർക്കാണ്. A B എന്ന് പറയുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യന് 4 മാർക്കാണ്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ഉണ്ട്. അതിൽ ഓരോ സബ് ക്വസ്റ്റ്യൻ A B C D, അതിൽ ഓരോന്നിനും ഓരോ മാർക്ക് വീതം, മൊത്തം 4 മാർക്കാണ് ആ ക്വസ്റ്റ്യൻ്റെ ഇതുള്ളത്. പിന്നെ മാത്സ് ആണ്. മാത്സ് ഞാനൊക്കെ ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്, കാരണം മറ്റേതാകുമ്പോൾ കുറേ സ്ഥലം നമുക്ക് വേണം, കാരണം ഫിഗറൊക്കെ ഉണ്ടായതുകൊണ്ട്. മാത്സിൽ ഇതാ മൊത്തം 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ 7, 8, 9 ഓരോന്നിൻ്റെ മാർക്കും ആ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്ക് ഇതാ 6, 7, 8, 9 ഓരോന്നിൻ്റെ മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. ലാസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഇത് അവിടെ ഉണ്ട് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കാണ്. 9ാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്കാണ് കേട്ടോ, 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും മക്കളെ ഇവിടെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടു, ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഒപ്പം തന്നെ എഴുതി വരാം, നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി അതും പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം, ഡ്രൈവിൽ കൊടുക്കാം. ഡ്രൈവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. സെറ്റാണ്. അപ്പോൾ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക, സെറ്റായിട്ട് എഴുതുക. അപ്പോൾ നാളെ രാവിലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്ത് വരും, നമ്മുടെ ആൻസർ കീ ഞങ്ങൾ എഴുതി തയ്യാറാക്കി കേട്ടോ, ടീച്ചേഴ്സ് എഴുതി തയ്യാറാക്കിയ ആൻസർ കീ നിങ്ങൾക്ക് തരും. എന്നിട്ട് നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ സത്യസന്ധമായ മാർക്ക് കേട്ടോ, അല്ലാതെ നിങ്ങൾ ആരും ചതിക്കണ്ട, നിങ്ങൾ ആരും പറ്റിക്കണ്ട, നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് ആ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് നാളെ കമൻറ്റ് ചെയ്തോളണം. എല്ലാവരും ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത എല്ലാവരും കമൻറ്റ് ചെയ്തോളണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വീക്ക് എങ്ങനെയാ, അടുത്ത വീക്ക് അതുപോലെ തന്നെ 7 days വെച്ച് അടുത്ത വീക്ക് നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള
ജനറ്റിക്സ് ഓഫ് ലൈഫും ജീവന്റെ ജനിതകം എന്ന് പറഞ്ഞ ചാപ്റ്ററും ശബ്ദതരംഗങ്ങൾ സൗണ്ട് വേവ്സുമാണ് നമ്മൾ അടുത്ത വീക്ക്. അപ്പൊ അതിന്റെ എക്സാം എന്ന് നടക്കുക, അതിന്റെ എക്സാം ഇതേപോലെ എന്ന് നടക്കും 2-ാം തീയതി എന്ത് ചെയ്യും, ജൂൺ 2 നമ്മുടെ എക്സാം നമ്മൾ അടുത്ത മൺഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ സമയം 5:30 അല്ലേ, 5:30 ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരും. എക്സാം ഉണ്ടായിരിക്കും. അടുത്ത ദിവസം എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ കീ ഇതിൽ വരും. നമുക്ക് ഇതുപോലെ ഒരു മക്കളെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാം. ഇങ്ങനത്തെ ഒരു അടിപൊളി ആയിരിക്കും. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയായിരിക്കും മക്കളെ. വെറുതെ അല്ല കേട്ടോ, വെറുതെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചു പോവല്ല മക്കളെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തരിക. SLCയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, SLCയിൽ ഫുൾ A+ അടിക്കാൻ എന്താണോ വേണ്ടത് അത് നമ്മൾ തന്നിരിക്കും. വെറും 1.5 മണിക്കൂർ സമയം അല്ലേ, പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ സമയം കൊണ്ട് പഠിക്കുക. 45 മിനിറ്റ് ഇതിനും 45 മിനിറ്റ് ഇതിനും. അതിൽ 5 മിനിറ്റ് തലേ ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ മക്കളെ എല്ലാവർക്കും അടിപൊളി എക്സാം ആവട്ടെ, എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണും വരയ്ക്കും.